നമസ്കാരം. ഇന്ത്യൻ ജിയോഗ്രഫി, ഇന്ത്യൻ വ്യവസായങ്ങൾ, പരുത്തിത്തുണി വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും പഴയ വ്യവസായമാണ് പരുത്തിത്തുണി വ്യവസായം. ഇന്ത്യയിൽ ആദ്യമായി തുണി വ്യവസായം ആരംഭിച്ചത് കൊൽക്കത്തയ്ക്കടുത്ത് ഫോർട്ട് ഗ്ലോസ്റ്ററിൽ. ഇന്ത്യയിൽ ആദ്യമായി തുണി വ്യവസായം ആരംഭിച്ചത് കൊൽക്കത്തയ്ക്കടുത്ത് ഫോർട്ട് ഗ്ലോസ്റ്ററിൽ 1818. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തിത്തുണി ഉൽപാദന കേന്ദ്രം മുംബൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തിത്തുണി ഉൽപാദന കേന്ദ്രം മുംബൈ. ഇന്ത്യയിലെ കോട്ടണോപോളിസ് മുംബൈ. ഇന്ത്യയിലെ കോട്ടണോപോളിസ് മുംബൈ. ഇന്ത്യയിൽ ഏറ്റവും വലിയ കാർഷിക വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം പരുത്തി വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഗുജറാത്തും മഹാരാഷ്ട്രയും. ഏറ്റവും കൂടുതൽ തുണിത്തരങ്ങൾ കയറ്റുമതി ചെയ്യുന്ന തുറമുഖം കണ്ട്ല. ഏറ്റവും കൂടുതൽ പരുത്തി കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖം മുംബൈ. ചണം വ്യവസായം. സുവർണ നാര് എന്നറിയപ്പെടുന്നത് ചണം. ഇന്ത്യയിൽ ആദ്യ ചണമിൽ ആരംഭിച്ചത് കൊൽക്കത്തയ്ക്കടുത്ത് റിഷ്റയിൽ. 1855 കൊൽക്കത്തയ്ക്കടുത്ത് റിഷ്റയിലാണ് ഇന്ത്യയിലെ ആദ്യ ചണമിൽ ആരംഭിച്ചത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ചണ വ്യവസായത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ലോകത്തിൽ ചണ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഇന്ത്യ. ലോകത്തിൽ ചണ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യ ചണമില്ലുകളുള്ള സംസ്ഥാനം ബംഗാൾ. ചണം ഉൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഏറ്റവും കൂടുതൽ ചണം കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖം കൊൽക്കത്ത. ഏറ്റവും കൂടുതൽ ചണം കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖം കൊൽക്കത്ത. കമ്പിളി വ്യവസായം. ആധുനിക കമ്പിളി വ്യവസായം ഇന്ത്യയിൽ ആരംഭിച്ചത് കാൺപൂരിനടുത്ത് ലാൽ ഇൽമയിലാണ്. 1876 കാൺപൂരിനടുത്ത് ലാൽ ഇൽമയിലാണ് ആധുനിക കമ്പിളി വ്യവസായം ഇന്ത്യയിൽ ആരംഭിച്ചത്. കമ്പിളി വ്യവസായത്തിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ്. ഇന്ത്യയിൽ കമ്പിളി ഉൽപാദനങ്ങളുടെ പ്രധാന കേന്ദ്രങ്ങൾ പഞ്ചാബിലെ ദാരിവാൾ, ലുധിയാന. കമ്പിളി വ്യവസായത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, കാശ്മീർ. പട്ടുനൂൽ വ്യവസായം. ചൈന കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ പട്ടുനൂൽ വ്യവസായം ആരംഭിച്ചത് ഹൗറ 1832. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടക. മാഞ്ചസ്റ്റർ. ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ അഹമ്മദാബാദ് ആണ്. ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ അഹമ്മദാബാദ്. ദക്ഷിണ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ കോയമ്പത്തൂരാണ്. വടക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ കാൺപൂർ. ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ അഹമ്മദാബാദ്. ദക്ഷിണ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ കോയമ്പത്തൂർ. വടക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ കാൺപൂർ. നെയ്ത്തുകാരുടെ നഗരം എന്നറിയപ്പെടുന്നത് പാനിപ്പട്ട്. അടുത്തത് പഞ്ചസാര വ്യവസായം. പരുത്തിത്തുണി വ്യവസായം കഴിഞ്ഞാൽ കാർഷിക അടിസ്ഥാന വ്യവസായങ്ങളിൽ രണ്ടാം സ്ഥാനം പഞ്ചസാര വ്യവസായം. പരുത്തിത്തുണി വ്യവസായം കഴിഞ്ഞാൽ കാർഷിക അടിസ്ഥാനത്തിൽ വ്യവസായങ്ങളിൽ രണ്ടാം സ്ഥാനം പഞ്ചസാര വ്യവസായം. കരിമ്പ് ഉൽപാദനത്തിലും പഞ്ചസാര ഉൽപാദനത്തിലും ലോകത്തിൽ രണ്ടാം സ്ഥാനം ഇന്ത്യക്കാണ്. പുതിയ കണക്ക് പ്രകാരം മഹാരാഷ്ട്രയാണ് ഇന്ത്യയിൽ പഞ്ചസാര ഉൽപാദനത്തിൽ മുന്നിൽ. ഉത്തർപ്രദേശും കർണാടകയുമാണ് 2ഉം 3ഉം സ്ഥാനക്കാർ. പേപ്പർ വ്യവസായം. ഇന്ത്യയിൽ പേപ്പർ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ഏറ്റവും വലിയ പേപ്പർ മിൽ മഹാരാഷ്ട്രയിലെ ബല്ലാർപൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക പേപ്പർ മിൽ സ്ഥാപിച്ചത് സെറാംപൂർ, പശ്ചിമ ബംഗാൾ 1832.
ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നിവയാണ് പേപ്പർ വ്യവസായത്തിൽ മുന്നിൽ നിൽക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ. ഏറ്റവും കൂടുതൽ പേപ്പർ മില്ലുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ പേപ്പർ മില്ലുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. നാഷണൽ ന്യൂസ് പ്രിന്റ് ആൻഡ് പേപ്പർ മിൽ സ്ഥിതി ചെയ്യുന്നത് നേപ്പാനഗർ, മധ്യപ്രദേശ്. ഫോട്ടോ, പേപ്പർ, ഫിലിം എന്നിവ നിർമ്മിക്കുന്നത് ഉദ്യോഗമണ്ഡൽ, തമിഴ്നാട്. ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ. ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ആരംഭിച്ചത് 1830 പോർട്ടോ നോവോയിൽ. ലോകത്തിൽ സ്റ്റീൽ ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 8. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ബൊക്കാറോ. ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ പൊതുമേഖലാ സ്റ്റീൽ പ്ലാന്റ് ഭിലായ്. ദക്ഷിണ കൊറിയയിലെ പൊഹാങ് സ്റ്റീൽ കമ്പനിയുടെ സഹകരണത്തോടെ ഒഡീഷ ഗവൺമെന്റ് പാരാദ്വീപിൽ പണി കഴിപ്പിക്കുന്ന സ്റ്റീൽ പ്ലാന്റ് പോസ്കോ സ്റ്റീൽ പ്ലാന്റ്. ഇന്ത്യയിലെ പൊതുമേഖലാ ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, സെയിൽ. ഇന്ത്യയിലെ പൊതുമേഖലാ ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് കമ്പനി സ്ഥാപിതമായത് കുൾട്ടി, പശ്ചിമ ബംഗാൾ, 1870. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് സേലം സ്റ്റീൽ പ്ലാന്റിൽ. വിജയനഗർ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കർണാടക. വിജയനഗർ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കർണാടക. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കർണാടക. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് സ്ഥാപിച്ച ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് 3 യൂണിറ്റുകൾ. അതിൻ്റെ 3 യൂണിറ്റുകൾ ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ. കടൽ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സ്റ്റീൽ പ്ലാന്റ് വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ്. ഇന്ത്യയിലെ ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായശാല ടിസ്കോ, 1907. സുവർണരേഖ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇരുമ്പുരുക്ക് ശാലയാണ് ടിസ്കോ. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ടിസ്കോ. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ്. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകൾ ടിസ്കോ വരുന്നത് ജാർഖണ്ഡ്, ബൊക്കാറോ, ജാർഖണ്ഡ്. ഇസ്കോ, പശ്ചിമ ബംഗാൾ. വിശ്വേശ്വരയ്യ വരുന്നത് കർണാടക. വിജയനഗർ, കർണാടക. ഭിലായ്, ഛത്തീസ്ഗഡ്. ടാറ്റ സ്റ്റീൽ പ്ലാന്റ് പാരാദ്വീപ്, ഒഡീഷ. ടാറ്റ സ്റ്റീൽ പ്ലാന്റ് പാരാദ്വീപ്, ഒഡീഷ. ധൈത്രി സ്റ്റീൽ പ്ലാന്റ് പാരാദ്വീപ്, ഒഡീഷ. റൂർക്കേല, ഒഡീഷ. ദുർഗാപൂർ, പശ്ചിമ ബംഗാൾ. സേലം സ്റ്റീൽ പ്ലാന്റ് ആന്ധ്രാപ്രദേശ്. സേലം സ്റ്റീൽ പ്ലാന്റ് ആന്ധ്രാപ്രദേശ്. ഡോൾവി സ്റ്റീൽ പ്ലാന്റ് രത്നഗിരി, മഹാരാഷ്ട്ര. എഞ്ചിനീയറിംഗ് വ്യവസായം. 1958 ഹെവി എഞ്ചിനീയറിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്ഥാപിച്ച സ്ഥലം റാഞ്ചി. 1958 ഹെവി എഞ്ചിനീയറിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്ഥാപിച്ച സ്ഥലം റാഞ്ചി. മെഷീൻ ടൂൾസിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നത് ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ്, HMT. മെഷീൻ ടൂൾസിൻ്റെ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്നത് ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ്, HMT. ജർമ്മൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഉരുക്ക് നിർമ്മാണശാല റൂർക്കേല. റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഉരുക്ക് നിർമ്മാണശാലകൾ ഭിലായ്, വിശാഖപട്ടണം. ബ്രിട്ടന്റെ സഹകരണത്തോടെ നിർമ്മിച്ച ഉരുക്ക് നിർമ്മാണശാലകൾ ദുർഗാപൂർ. റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ 3ാം പഞ്ചവത്സര പദ്ധതികാലത്ത് തുടക്കം കുറിച്ച ഇരുമ്പുരുക്ക് ശാല ബൊക്കാറോ. ബാംഗ്ലൂരു, പിഞ്ചോർ, ഹരിയാന, കളമശ്ശേരി, ഹൈദരാബാദ്, ശ്രീനഗർ, അജ്മീർ എന്നീ സ്ഥലങ്ങളിലാണ് HMTയുടെ പ്ലാന്റുകൾ.
ചിത്തരഞ്ജൻ ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക് സ്ഥിതി ചെയ്യുന്നത് വാരണാസി. ടാറ്റ എഞ്ചിനീയറിംഗ് ആൻഡ് ലോക്കോമോട്ടീവ് വർക്ക് സ്ഥിതി ചെയ്യുന്നത് ജംഷഡ്പൂർ. ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടി ഇലക്ട്രിക് ലോക്കോമോട്ടീവ് വികസിപ്പിക്കുന്നത് ഭോപ്പാൽ. വീൽ ആൻഡ് ആക്സർ പ്ലാന്റ് ബാംഗ്ലൂരു. പേരാമ്പൂറിൽ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി സ്ഥാപിച്ച വർഷം 1955. കപൂർതലയിലുള്ള റെയിൽവേ കോച്ച് ഫാക്ടറി സ്ഥാപിച്ച വർഷം 1988. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്ന പ്രധാന ഓട്ടോമൊബൈൽ കമ്പനികൾ ടാറ്റ മോട്ടോഴ്സ്, മാരുതി ഉദ്യോഗ് ലിമിറ്റഡ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ലിമിറ്റഡ്, അശോക് ലെയ്ലാൻഡ് ലിമിറ്റഡ്. കപ്പൽ നിർമ്മാണശാലകൾ. ഇന്ത്യയുടെ പ്രധാന കപ്പൽ നിർമ്മാണശാലകൾ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്, വിശാഖപട്ടണം. ഗാർഡൻ റീച്ച് വർക്ക്ഷോപ്പ്, കൊൽക്കത്ത. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്, കൊച്ചി. മസഗോൺ ഡോക്ക്, മുംബൈ. ഹൂഗ്ലി ഡോക്ക്, കൊൽക്കത്ത. ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്, വാസ്കോഡഗാമ. ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കപ്പൽ നിർമ്മാണശാല ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്, വിശാഖപട്ടണം. കപ്പൽ നിർമ്മാണത്തിൽ ഏഷ്യയിൽ 2ാം സ്ഥാനം ഇന്ത്യക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണശാല കൊച്ചി. ഇന്ത്യയിലെ ഏറ്റവും ആധുനികവൽക്കരിക്കപ്പെട്ട കപ്പൽ നിർമ്മാണശാല കൊച്ചി. വിമാന നിർമ്മാണം. 1940 ഹിന്ദുസ്ഥാൻ എയർക്രാഫ്റ്റ് ലിമിറ്റഡ് ബാംഗ്ലൂരിൽ സ്ഥാപിച്ചു. 1964 എയ്റോനോട്ടിക് ഇന്ത്യ ലിമിറ്റഡുമായി ചേർന്ന് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക് ലിമിറ്റഡ് എന്നായി. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക് ലിമിറ്റഡിന്റെ മറ്റ് 3 യൂണിറ്റുകൾ നാസിക്, കോരാപുട്ട്, ഹൈദരാബാദ്. ലോകത്തിലെ ആദ്യത്തെ സൗരോർജ വിമാനം സോളാർ ഇമ്പൾസ് 2. രാസവളം. രാസവളത്തിന്റെ നിർമ്മാണത്തിലും ഉപഭോഗത്തിലും ലോകത്തിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫോസ്ഫേറ്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് 1906. ഇന്ത്യയിൽ ഏറ്റവും അധികം രാസവളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഇന്ത്യൻ രാസ വ്യവസായത്തിന്റെ പിതാവ് ആചാര്യ PC റേ. ഏറ്റവും അധികം രാസവളം ഉപയോഗിക്കുന്ന സംസ്ഥാനം പഞ്ചാബ്. ഏറ്റവും അധികം രാസവളം ഉപയോഗിക്കുന്ന സംസ്ഥാനം പഞ്ചാബ്. സിമന്റ് വ്യവസായം. ചൈന കഴിഞ്ഞാൽ ലോകത്തിലെ 2ാമത്തെ വലിയ സിമന്റ് നിർമ്മാണശാല ഇന്ത്യൻ സിമന്റ് ഇൻഡസ്ട്രി. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമന്റ് നിർമ്മാതാക്കൾ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സിമന്റ് പ്ലാന്റുകളുള്ള സംസ്ഥാനങ്ങൾ ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, തമിഴ്നാട്, ഗുജറാത്ത്, മധ്യപ്രദേശ്. തുകൽ നിർമ്മാണം. ഇന്ത്യയിലെ ആദ്യത്തെ തുകൽ നിർമ്മാണശാല കാൺപൂർ. ഇന്ത്യയിലെ പ്രധാന തുകൽ നിർമ്മാണ കേന്ദ്രങ്ങൾ കാൺപൂർ, ചെന്നൈ, കൊൽക്കത്ത. സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിൽ. ഗ്ലാസ് നിർമ്മാണം. ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തു സിലിക്ക മണൽ. ഇന്ത്യയിൽ ഗ്ലാസ് നിർമ്മാണത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് നിർമ്മാണ കേന്ദ്രം ഫിറോസാബാദ്, ആഗ്ര. ഇന്ത്യയിലെ പ്രധാന അലൂമിനിയം വ്യവസായശാലകൾ INDL, ആലുപുരം, കേരളം. ഹിരാക്കുഡ്, ഒഡീഷ. ഹിന്ദൽകോ, രേണുഗഡ്, ഉത്തർപ്രദേശ്. ബാൽകോ, കോർബ, ഛത്തീസ്ഗഡ്. രത്നഗിരി, മഹാരാഷ്ട്ര. നാൽകോ, ദാമൻജോഡി, ഒഡീഷ.
അൻഗുൽ, ഒഡീഷ. ഏറ്റവും അവസാനത്തെ 3 വർഷങ്ങളിൽ തുടർച്ചയായി ലാഭമുണ്ടാക്കുകയോ 3 വർഷത്തിനുള്ളിൽ 30 കോടി രൂപയിലേറെ ലാഭമുണ്ടാക്കുകയോ ചെയ്യുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കാണ് മിനി രത്ന പദവി ലഭിക്കുന്നത്. കൂടുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുന്നതിന്, സ്വാതന്ത്ര്യമായി തീരുമാനങ്ങൾ എടുക്കുന്നതിനും അധികാരം നൽകുന്ന സ്ഥാപനങ്ങൾക്കാണ് മഹാരത്ന പദവി ലഭിക്കുന്നത്. നിലവിൽ 7 സംസ്ഥാനങ്ങൾക്ക് മഹാരത്ന പദവിയുണ്ട്. ദേശീയ താപവൈദ്യുതി കോർപ്പറേഷൻ NTPC, പ്രകൃതി വാതക കോർപ്പറേഷൻ ONGC, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ IOC, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ SAIL, കോൾ ഇന്ത്യ ലിമിറ്റഡ് CIL, ഗയൽ ഇന്ത്യ ലിമിറ്റഡ്, ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ്. പ്രത്യേക സാമ്പത്തിക മേഖല. കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്ന മേഖലകൾ അറിയപ്പെടുന്നത് പ്രത്യേക സാമ്പത്തിക മേഖല, സ്പെഷ്യൽ എക്കണോമിക് സോൺസ്. ഇന്ത്യയിലെ ആദ്യത്തെ സെസ് സ്വാതന്ത്ര്യ വ്യാപാര മേഖല ഗുജറാത്തിലെ കാണ്ട്ല 1965. ഇന്ത്യയിലേക്ക് വിദേശ നിക്ഷേപം കൂടുതലായി എത്തുന്ന രാജ്യം മൗറീഷ്യസ്. 2004 ഇന്ത്യയിൽ നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കാൻ രൂപവൽക്കരിക്കപ്പെട്ട സ്ഥാപനം ഇൻവെസ്റ്റ്മെന്റ് കമ്മീഷൻ. ഇന്ത്യയിൽ കൂടുതലായി ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നം ക്രൂഡ് ഓയിൽ. 2020 ജൂണിൽ 500 വർഷം പഴക്കം ചെന്ന ക്ഷേത്രം കണ്ടെത്തിയ നദീതീരം മഹാനദി, ഒഡീഷ. കാലാവസ്ഥാ വ്യതിയാനം, ആഗോളതാപനം എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികളിലും ജനങ്ങൾക്കും ബോധവൽക്കരണം നടത്തുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രചരണ പരിപാടി ഗ്രീൻ ഗുഡ് ഡീഡ്സ്. പേമാരിയും ഇടിമിന്നലും പ്രാദേശിക തലത്തിൽ തത്സമയം പ്രവചിക്കാൻ ഇന്ത്യയിൽ നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ്, ന്യൂഡൽഹി; ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റിയോറോളജി, പൂനെ; നാഷണൽ സെന്റർ ഫോർ മീഡിയം റേഞ്ച് വെതർ ഫോർകാസ്റ്റ്, നോയിഡ, UP, റേഞ്ച് വെതർ ഫോർകാസ്റ്റ്. ഇന്ത്യയിൽ 105-മതായി നിലവിൽ വന്ന ദേശീയോദ്യാനം ഡെഹിങ് പട്കായ് നാഷണൽ പാർക്ക്, ആസാം. 106-മത്തത് റൈമോന നാഷണൽ പാർക്ക്, ആസാം. 107-മത്തത് സിമിലിപാൽ നാഷണൽ പാർക്ക്, ഒഡീഷ. ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്കായി ക്വാറന്റൈൻ സെന്റർ ആരംഭിച്ച ദേശീയോദ്യാനമാണ് ജിം കോർബറ്റ് ദേശീയോദ്യാനം. പവർ പ്ലാന്റുകളിലേക്ക് കൽക്കരി വിതരണം നടത്തുവാൻ സുതാര്യമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ചത് പ്രകാശ്, പവർ റെയിൽ കൊയില അവൈലബിലിറ്റി ത്രൂ സപ്ലൈ ഹാർമണി. കരിമ്പ് കർഷകർക്ക് വേണ്ടി ഉത്തർപ്രദേശ് സർക്കാർ ആരംഭിച്ച ആപ്പ് ഇ ഗാന ആപ്പ്.